ഇതും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, വാട്ടർ സ്ട്രീമിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് പറയുന്നത് സ്പീഡ് ഓഫ് ബോട്ട് ഇൻ ഡൗൺ സ്ട്രീം ഈസ് 125% ദ സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ. ഓക്കെ, അതായത് ഡൗൺ സ്ട്രീമിന്റെ സ്പീഡും സ്റ്റിൽ വാട്ടറിലെ ബോട്ടിന്റെ സ്പീഡും എടുത്തു കഴിഞ്ഞാൽ ഇത് 125 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും വരുന്നത്? 100 ആയിരിക്കും. അല്ല എങ്കിൽ 5:4 ആയിരിക്കും റേഷ്യോ വരാൻ പോകുന്നത്. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? റേഷ്യോയിൽ തന്നെ നമുക്ക് സ്ട്രീമിന്റെ സ്പീഡ് വേണമെങ്കിൽ 1 എന്ന് പറയാം അല്ലേ? അപ് സ്ട്രീമിന്റെ സ്പീഡ് എത്ര പറയാം? റേഷ്യോയിൽ സ്ട്രീമിന്റെ സ്പീഡ് 1 എന്ന് പറയാനുള്ള കാരണം എന്താ? പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ബോട്ടിന്റെ സ്പീഡ് പ്ലസ് സ്ട്രീമിന്റെ സ്പീഡ്. ഇത് ബോട്ടിന്റെ സ്പീഡ് 4 ആണെങ്കിൽ സ്വാഭാവികമായിട്ടും സ്ട്രീമിന്റെ സ്പീഡ് എത്രയായിരിക്കും? 1 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അപ് സ്ട്രീമിന്റെ സ്പീഡ് എത്രയായിരിക്കും? 3 യൂണിറ്റ് ആയിരിക്കും. ഓക്കെ, ഇത് നോക്കുക. ഇഫ് എ ബോട്ട് ടേക്ക് 30 minutes ടു കവർ 20 kilometer ഇൻ സ്റ്റിൽ വാട്ടർ. ഒരു ബോട്ടിന് 20 കിലോമീറ്റർ സ്റ്റിൽ വാട്ടറിൽ 30 മിനിറ്റ് ടൈം എടുക്കും. അല്ലെങ്കിൽ അത് മണിക്കൂറിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ എത്ര വരും? നമുക്ക് 40 km/h എന്തെന്ന് പറഞ്ഞു കിട്ടും? 40 km/h ബോട്ടിന്റെ സ്പീഡ് എന്ന് പറഞ്ഞു കിട്ടും. ബോട്ടിന്റെ സ്പീഡ് എന്ന് ചോദിക്കും. നമുക്ക് ചോദിച്ചിരിക്കുന്നത് then how much time it will take to cover 15 kilometer in upstream. അപ്സ്ട്രീമിൽ 15 കിലോമീറ്റർ കവർ ചെയ്യാനായിട്ട് എത്ര ടൈം എടുക്കുമെന്ന് ചോദിച്ചിരിക്കുന്നു. അതിന് നമുക്ക് എന്ത് വേണം? അപ്സ്ട്രീമിന്റെ സ്പീഡ് വേണം. ഓക്കെ, നമുക്കറിയാം ബോട്ടിന്റെ 4 യൂണിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? റേഷ്യോന്റെ അകത്ത് 4 യൂണിറ്റ് ആണ് സ്പീഡ് എന്ന് പറയുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 40 km/h ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 3ന് കറസ്പോണ്ടിങ് ആയിട്ട് എത്രയായിരിക്കും വരുന്നത്? 30 km/h ആയിരിക്കും. 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അപ്സ്ട്രീമിന്റെ സ്പീഡ്. സോ 15 കിലോമീറ്റർ 30 സ്പീഡിൽ പോകാനായിട്ട് 1/2 മണിക്കൂറായിരിക്കും വേണ്ടത്. സോ ഇതായിരിക്കും ഇതിന്റെ ഫൈനൽ ആൻസർ.